RSSന്റെ മുഖമാസികയായ കേസരിയിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നു. ആഗോള മതപരിവർത്തനത്തിന്റെ നാളുകൾ എന്ന പേരിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജുവാണ്. ഈ ലേഖനത്തിലുടനീളം ക്രൈസ്തവ സമൂഹത്തെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുകയും മോശമായി ചിത്രീകരിക്കുകയും രാജ്യത്തിന്റെ തന്നെ ശത്രുക്കളായിട്ട് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ RSS എന്ന് പറയുന്നത് നമുക്കറിയാം, അവരുടെ വർഗശത്രുക്കളായിട്ടൊക്കെ തന്നെ കരുതുന്ന ഒരു വിഭാഗമാണ് ഈ ന്യൂനപക്ഷങ്ങൾ. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന മോഹൻ സദാശിവ ഗോൾവാൾക്കർ അദ്ദേഹം തന്റെ വിചാരധാരയിൽ എഴുതിയിരിക്കുന്നത് ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. 3 ശത്രുക്കളെയാണ് അദ്ദേഹം പറയുന്നത്. അതിലൊന്ന് ക്രൈസ്തവ വിഭാഗമാണ്. ആ ഒരു വിചാരധാരയിൽ നിന്ന്, ആ ഒരു ആശയധാരയിൽ നിന്ന്, ആ ഒരു നിലപാടിൽ നിന്ന് RSS ഇപ്പോഴും പിന്മാറിയിട്ടില്ല. ആ നിലപാട് അവർ ഇപ്പോഴും പിന്തുടരുന്നു എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് ഈ കേസരിയിലെ ലേഖനമെന്ന് എടുത്തു പറയേണ്ടി വരുന്നു. ഇവിടെ ഒരു ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനാണ് ശ്രമം. മിഷണറിമാരെയും മിഷണറിയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ തന്നെ ഇതിനകത്ത് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. മിഷണറിയുടെ പ്രവർത്തനമൊക്കെ തന്നെ മതപരിവർത്തനമാണ്, മിഷണറിമാരൊക്കെ തന്നെ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നുൾപ്പെടെയുള്ള നട്ടാൽ കുരുക്കാത്ത കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ വെച്ച് കാച്ചിയിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശക്തമായ ഭാഷയിലാണ് ഇതിന് RSSന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഈ ചായം പൂശിയ കുറുക്കനെ പോലെയാണ് RSSന്റെ ക്രൈസ്തവ സ്നേഹം എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ വെറുപ്പിന്റെ കടലാസ് കഷ്ണങ്ങളിലാണ് ഈ ഓർഗനൈസറും കേസരിയും ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ അത് അച്ചടിക്കുന്നത് എന്ന് KC വേണുഗോപാൽ പറയുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്നും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ പോയി ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അത് എന്തിനു വേണ്ടിയായിരുന്നു? വെറും ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നോ BJPയുടെ ആ ശ്രമങ്ങൾ എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. കൂടാതെ ഇത്തരത്തിൽ ഒരു ലേഖനത്തെ ഈ BJP ഏത് നിലപാടാണ് ഈ ലേഖനത്തോട് സ്വീകരിക്കുന്നത്? ആ ലേഖനത്തെ തള്ളിപ്പറയാൻ BJP തയ്യാറുണ്ടോ എന്ന ചോദ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും അതിരൂക്ഷമായ ഭാഷയിലാണ് RSSനെ വിമർശിക്കുന്നത്. ഈ പറയുന്നത് പോലെ വിഷം വമിപ്പിക്കുന്ന വാക്കുകളിലൂടെ കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. ഒപ്പം ഈ ക്രൈസ്തവ സമൂഹത്തെ, ക്രൈസ്തവ ജനതയെ രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ BJP ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന ഒരു കപട സ്നേഹമുണ്ട്. അവരെ ഒപ്പം നിർത്താൻ കാണിക്കുന്ന ചില പൊടിക്കൈകളുണ്ട്. അരമനകൾ തോറും കയറിയിറങ്ങുന്നു. ഒപ്പം തന്നെ ഈസ്റ്ററിന് കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുന്നു. അത്തരത്തിൽ ക്രൈസ്തവരെ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം കാണുന്ന ഒരു നീക്കം കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ BJP നടത്തുന്നുണ്ട്. അത് രാജ്യത്തുടനീളം BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ BJP ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് അവർക്ക് വെളിച്ചവും വെള്ളവും വളവും എല്ലാം നൽകുന്ന RSSന്റെ മുഖമാസികയിൽ ഇത്തരത്തിലൊരു ലേഖനം വരുന്നത്. അപ്പോൾ ഈ പറയുന്ന RSSന്റെ ഈ ആശയത്തെ BJP അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആ നിലപാടിനെ BJP ഇപ്പോഴും പിന്താങ്ങുന്നുണ്ടോ എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യം ഉയരുകയാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത കേരളത്തിലെയും ഇന്ത്യയിലെയും BJPയുടെ നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ BJP ഈ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനായിട്ട് വലിയ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ കോട്ടയത്ത് ഒരു ക്രൈസ്തവ നേതാക്കളുടെ മാത്രം ഒരു യോഗം വിളിച്ചു കൂട്ടുകയും അത് വലിയ രീതിയിൽ വിപുലപ്പെടുത്താനൊക്കെയുള്ള തീരുമാനം അതിൽ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ ഈ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുമ്പോൾ ആണ് ഇത്തരത്തിൽ RSSന്റെ ഭാഗത്തു നിന്നുമുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ BJP ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമം അത് എന്തിനു വേണ്ടിയാണ്? വെറും വോട്ട് ബാങ്ക് മാത്രമായിട്ട് ഈ ക്രൈസ്തവ സമൂഹത്തെ കാണുന്നു എന്നതിൻ്റെ നഗ്നമായ തെളിവാണല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതിനൊക്കെ തന്നെ BJP നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. എന്തായാലും RSSന്റെ മുഖമാസികയിലെ ലേഖനത്തിലൂടെ BJP
സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. നേരത്തെ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ആ സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയും ഒപ്പം തന്നെ മറ്റ് സംഘപരിവാർ സംഘടനകളുമെല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. അന്നൊന്നും തന്നെ ഈ BJP നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം ഒരു രാജ്യത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച ഒരു ലേഖനം പുറത്തു വരുമ്പോൾ അതിനോട് BJP നേതൃത്വം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നത് കേരള സമൂഹത്തിന് അറിയേണ്ട ബാധ്യതയുണ്ട്. അത് അവർ ഈ സമൂഹത്തോട്, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തോടെങ്കിലും തുറന്നു പറയേണ്ടതിന്റെ ഒരു മര്യാദയുണ്ട്.